ഇപ്പോൾ ഡാൻസ് എന്ന് പറയുന്ന സർവത്രയായിട്ടുണ്ട്. വേടൻ മാത്രമല്ല റാപ്പ് ഡാൻസ് ചെയ്യുന്നു. ഇപ്പം നമ്മൾ വിവാഹ ചടങ്ങുകളിലൊക്കെ പണ്ടൊന്നും ഇല്ലാത്ത പോലെ ഇപ്പോൾ ആളുകളെല്ലാം നിരന്ന് നിന്നങ്ങ് ഡാൻസ് ചെയ്യും. അമ്മായിയപ്പനും അമ്മായിയമ്മയും എല്ലാം കൂടെ ഈ കുടവണ്ടിയും തുള്ളി കൊണ്ടുള്ള ഡാൻസ് എന്ന് പറയും റാപ്പ് ഷോയേക്കാൾ വലിയൊരു എൻ്റർടൈൻമെൻറ്റാണ്. റാപ്പ് ഷോയേക്കാളും അല്ലേ, റാപ്പ് സ്റ്റഡിയേക്കാളും വലിയൊരു എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ വന്ന് മിസൈലുകളും ഡാൻസ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഇറാൻ അയച്ചൊരു മിസൈൽ ഡാൻസ് ചെയ്യാൻ തുടങ്ങി. എന്തുവാ ഇത്, ഇങ്ങോട്ടായി ലോകം പോകുന്നത്? കാര്യം വളരെ സിമ്പിളാണ്. നമ്മൾ കണ്ട് ശീലിച്ച ഒരു സംഗതി ഉണ്ടല്ലോ. ഇപ്പോൾ ജെറ്റ് വിമാനം പോകുമ്പോൾ അതിനൊരു കൃത്യമായ സഞ്ചാരപാതയുണ്ട്. അതിന്റെ അടയാളം എന്ന രീതിയിൽ ഒരു പുകപടലം ഒരു നേർരേഖ പോലെ കാണപ്പെടും. യെസ്, ഒരു റോക്കറ്റ് വിക്ഷേപിക്കുമ്പോഴും സമാനമാണ്. അത് പോയ പാത സൂചിപ്പിക്കുന്ന തരത്തിലൊരു നേർരേഖ പോലെ ഒരു പുകപടലം ഉണ്ടാകും. പക്ഷേ ഈ പറയുന്ന മിസൈലിന് ഡാൻസിങ് മിസൈൽ, അതിന്റെ യഥാർത്ഥ പേര് സെജിൽ എന്നാണ്. അഷൂറ എന്നും അവിടെ ഒരു പേരാണ്. അപ്പൊ ഇതിനെ നിരീക്ഷിക്കുന്നവർ ഇട്ടുകൊടുത്ത പേരാണ് ഡാൻസിങ് മിസൈൽ. അപ്പൊ അതിന്റെ കാരണം, സാധാരണഗതിയിൽ ഒരു മിസൈൽ തൊടുത്തു വിട്ടാൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നേർരേഖയിലുള്ള പുകപടലം, ഒരു ആർക്ക് അത് രൂപീകരിക്കുമെങ്കിൽ ഇത് പോകുന്ന വഴിക്ക് അതിന്റെ പാതയിൽ നേരിയ വ്യതിയാനം വരുത്താനുള്ള ശേഷി ഈ മിസൈലിനുണ്ട്. അപ്പോൾ ഒന്ന് വെട്ടിത്തിരിയാനോ അല്ലെങ്കിൽ ഒന്ന് നേരത്തെ പോയതിൽ നിന്നൊരു പാതയിൽ വെച്ച് നേരിയ വ്യതിയാനം വരുത്തുകയോ ചെയ്യുമ്പോൾ ഈ പുകപടലം എന്ന് പറയുന്നതിന് ഒരു മാറ്റം ഉണ്ടാവും. ഒരു ചുറ്റിക്കറങ്ങിയ പോലെയോ ഒരു പെട്ടെന്ന് ഒരു വളഞ്ഞു തിരിഞ്ഞ, അതായത് ഒരു പാമ്പഴയുന്ന പോലെയൊക്കെ ചിലപ്പോൾ നമുക്ക് തോന്നിയെന്നിരിക്കും. അപ്പൊ ആ ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ് ഇതിനെ ഈ ഡാൻസിങ് മിസൈൽ എന്ന രീതിയിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഈ മിസൈല് ഈ ഒരു കാഴ്ച കൗതുകം മാത്രമല്ല, ഇത്തിരി ആശങ്കയും ഉണ്ടാക്കുന്നുണ്ട് നമ്മളെ സംബന്ധിച്ച്. കാരണം ഈ പറയുന്ന ഡാൻസിങ് മിസൈല് ഇറാൻ ഇതുവരെ അവതരിപ്പിക്കാത്തൊരു സംഗതിയാണ്. ഇറാന് നേരത്തെയും ഒരു യുദ്ധത്തിലാണ് ചരിത്രത്തിൽ ഒരു 3-4 മാസം മുമ്പ് ഒരു ചെറിയൊരു സാമ്പിൾ വെടിക്കെട്ട് നടന്നിരുന്നല്ലോ. ആ സമയത്തൊന്നും ഉപയോഗിച്ചിരുന്നില്ല. ഈ യുദ്ധം തുടങ്ങി ഏതാണ്ട് ഇപ്പൊ 2 ആഴ്ച പിന്നിട്ടു, 16-17 ദിവസമൊക്കെ ആയി. ഈ സമയത്ത് പോലും ഈ മിസൈൽ ഇതുവരെ രംഗപ്രവേശം ചെയ്തിരുന്നില്ല. ഇന്റലിജൻസ് അറിഞ്ഞിരുന്നുമില്ല. ഇങ്ങനെ ഒരു സംഗതിയെ കുറിച്ച് സൂചനകളുണ്ട്. പക്ഷെ ഇവൻ ഇത്ര ഭയങ്കരമാണെന്നുള്ള കാര്യം അറിഞ്ഞിരുന്നില്ല. അപ്പോ ഇത് 1990-കളിലാണ് ഇറാൻ ഈ ഒരു മിസൈലിന്റെ പദ്ധതികൾ തുടങ്ങിയത്. 2 വട്ടം മാത്രമാണ് ഇതിന്റെ പരീക്ഷണം നടന്നിട്ടുള്ളത്. 2008-ലും 2009-ലും. 2008-ൽ നടന്ന പരീക്ഷണത്തിൽ ഇത് 800 കിലോമീറ്റർ ദൂരമാണ് താണ്ടിയത്. ഈ 2009-ല് വീണ്ടും പരീക്ഷിച്ചപ്പോൾ ആ 800 എന്നുള്ളത് ഒരു 900 കിലോമീറ്റർ ആയിട്ട് ഒരു 100 കിലോമീറ്റർ കൂടി വർദ്ധിച്ചു. ഇത്രയും ദൂരം ഒരിക്കലും ഇസ്രയേലിനൊരു ഭീഷണിയല്ല. കാരണം ആ ദൂരം എത്തില്ല. പക്ഷെ ഇപ്പോ ഈ പ്രയോഗിച്ച ഈ ഡാൻസിങ് മിസൈൽ ഏതാണ്ട് 2000 കിലോമീറ്റർ വരെ എത്തും. അവിടെ പണി കിട്ടും. അത് ഏത് രീതിയിൽ അവർ പ്രതിരോധിച്ചു, അതുകൊണ്ട് എന്തെങ്കിലും നാശനഷ്ടം ഉണ്ടായോ അതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ വന്നിട്ടില്ല. അപ്പോൾ ഈ മിസൈല് എങ്ങനെ ഇതിലേക്ക് എത്തി? അപ്പോൾ അത് ഇറാൻ വളരെ രഹസ്യമായിട്ട് ആ മിസൈല് ഈ പറയുന്ന സെജിൽ 1 എന്നതിനെ കുറിച്ച് മാത്രമാണ് പുറം ലോകത്തിന് ഒരു ധാരണ ഉണ്ടായിരുന്നത്. ഈ 900 കിലോമീറ്റർ മാത്രം. ഞാനൊരു കാര്യം കൂടെ പറയുമ്പോൾ ആയിക്കോട്ടെ, നമ്മൾ യുദ്ധത്തിന്റെ കാര്യങ്ങൾ പലതും അറിയുന്നില്ല. ഇവിടെ എംബഡഡ് ജേർണലിസമാണ് നടക്കുന്നത്. ഒന്നാമത്തെ കാര്യം, പട്ടാളക്കാർ പറയുന്നത് അതുപോലെ എഴുതി വന്നു. ഇതുകൂടാതെ പല വിഷ്വൽസും കൊടുക്കരുതെന്നുണ്ട്, ക്ലാസിഫൈഡ് സീക്രട്സ്. അതുകൊണ്ട് വെസ്റ്റേൺ മാധ്യമങ്ങൾ തന്നെ പലതും, അൽ ജസീറ പോലും അൺക്ലാസിഫൈഡ് എന്നുള്ള ക്യാപ്ഷൻ കൊടുത്താണ് ഫോട്ടോകൾ കൊടുത്തത്. നിയന്ത്രണം ഉണ്ട് അവിടെ. അപ്പോൾ എംബഡഡ് ജേർണലിസമാണ് നമ്മൾ കാണുന്നത്. തന്നെയല്ല, UAE പോലുള്ള രാജ്യങ്ങളിലെ അവർക്ക് വന്ന ഡാമേജിന്റെ ചിത്രങ്ങൾ ഇട്ട ആൾക്കാരെയൊക്കെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടു. അപ്പോൾ ഒരു എമർജൻസി ഉണ്ട് അവിടെ, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമുക്ക് കിട്ടുന്ന വാർത്തകൾ. അപ്പോൾ ഇത് ഇസ്രായേലിൽ കിട്ടിയാലും അത് ക്ലാസിഫൈഡ് സീക്രട്ടാണ്, അത് പുറം ലോകം അറിയില്ല. ആ ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ ഈ മിസൈല് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സെജിൽ 1 ഘട്ടം അതിനെക്കുറിച്ച് മാത്രമാണ് പുറം ലോകത്തൊരു ധാരണ ഉണ്ടായിരുന്നത്. 900 കിലോമീറ്റർ മാത്രം പ്രഹരശേഷിയുള്ളൊരു മിസൈൽ. പക്ഷെ ഇപ്പോൾ ഈ രംഗപ്രവേശം ചെയ്തിരിക്കുന്ന സെജിൽ 2 എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഇത് 2000 കിലോമീറ്റർ വരെ ദൂരപരിധി ഉണ്ടായിരുന്നത്. ഇപ്പോൾ വരുന്ന വിവരങ്ങള് ഈ സെജിൽ 3 4000 കിലോമീറ്റർ വരെയുള്ള ഡാൻസിങ് മിസൈൽ ഇറാൻ തയ്യാറാക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതൊരു ICBM ആയിരിക്കും, അതായത് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ എന്ന രീതിയിൽ അതിനെ രൂപമാറ്റം അല്ലെങ്കിൽ പരിവർത്തനം ചെയ്യാനായിട്ട് അവർ പദ്ധതി ഇടുന്നുണ്ട്. ഇത് കാഴ്ചയിൽ അത്ര ഭീമാകാരമായ സാധനമൊന്നുമില്ല. വെറും 18 മീറ്റർ നീളവും 1.25 മീറ്റർ വീതിയും മാത്രമുള്ള സാധാരണ കണ്ട് ശീലിച്ച ഒരു മിസൈൽ എത്ര മാത്രമേ ഉള്ളൂ. 2000 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ
സാധാരണ അത്ര അപരിചിതമല്ല നമ്മുടെ ആ കാഴ്ച. ഉം. പക്ഷെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് വലിയൊരു ആശങ്ക ഇപ്പോൾ ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഇറാൻ ഇതുവരെ പരീക്ഷിക്കാത്ത പല ആയുധങ്ങളും അവരുടെ പരീക്ഷണങ്ങളുടെ തുടക്കം കുറിക്കലാണോ? കാരണം അവർ നേരത്തെ തന്നെ ചില ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു. അവരുടെ ഭൂമിക്കടിയിലുള്ള ആയുധ അറകളുടെ, അതിലെ വെടിക്കോപ്പുകളുടെ, മിസൈലുകളുടെ, മൈനുകളുടെ ഒക്കെ ദൃശ്യങ്ങൾ അവർ പുറത്തുവിട്ടിരുന്നു. അപ്പൊ അതേപോലെ ഈ പറയുന്ന മിസൈലുകൾ, അവിടെ ഞാനൊന്ന് ഇടപെട്ടോടെ. എനിക്ക് കിട്ടിയ ഒരു വിവരം, ഈ അറകളൊക്കെ ഉണ്ട്, ശരിയാണ്. അവിടെ ഞാനും കണ്ടിട്ടുണ്ട് ചൈന കൊടുത്ത മിസൈലുകളുടെ സ്റ്റോക്ക്. എനിക്ക് ഒരു ഫോട്ടോയിൽ കിട്ടിയിരുന്നു. പക്ഷേ ഇപ്പോൾ കേട്ട ഒരു വാർത്ത, ഇറാൻ ആ മിസൈലുകൾ പുറത്തേക്ക് എടുത്താതെ ആ കവാടങ്ങൾ തകർത്ത് കളഞ്ഞു. കവാടങ്ങൾ തകർത്ത് കളഞ്ഞതുകൊണ്ട് ഇറാൻ അത് എടുക്കാൻ പറ്റുന്നില്ല. എനിക്ക് ശരിയാണോ എന്ന് അറിഞ്ഞുകൂടാ. വാർ ടൈം ആയിരിക്കാം. അല്ല, ഏറ്റവും ഒടുവിൽ വന്ന റിപ്പോർട്ട് അമേരിക്ക ഏതാണ്ട് 2200 കിലോ ഭാരമുള്ള മറ്റേ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ഇറാന്റെ ഈ മിസൈൽ സംവിധാനങ്ങൾ അതൊക്കെ പൂർണ്ണമായിട്ടും തകർത്ത് കളഞ്ഞു എന്നാണ് അവകാശപ്പെടുന്നത്. നമുക്ക് അതിന്റെ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ കിട്ടുമായിരിക്കും. അപ്പൊ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ആശങ്ക ഇപ്പൊ ബലപ്പെടുകയാണ്. ഇറാൻ ഇതുവരെ പ്രദർശിപ്പിക്കാത്ത അവരുടെ ആയുധശേഷിയുടെ സാമ്പിൾ വെടിക്കെട്ടുകൾ തുടങ്ങി വെക്കുകയാണ്. അതൊന്ന്. ഈ ആശങ്കയ്ക്കപ്പുറം മറ്റൊരു സാധ്യതയും കൂടി ഇതിലുണ്ട്. കാരണം കടുത്ത നിരാശാബോധത്തിൽ നിന്ന് ഇറാൻ ഇനി പ്രതികരിച്ചു തുടങ്ങിയോ? ഇനി ഒന്നും ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനല്ല, കിട്ടുന്നത് വെച്ച് അങ്ങ് പെരുക്കുക. ഓക്കെ, പറഞ്ഞു വരുന്നത് ഞാൻ ഇടപെടുകയാണ്, ക്ഷമിക്കണം. അതായത് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ ഇറാന് വേണമെങ്കിൽ ഈസി ആയിട്ട് ഒമാനെ നശിപ്പിക്കാം. ഈ റേഞ്ച് അവരൊരിക്കലും അത് ചെയ്തിട്ടില്ലല്ലോ. UAE നശിപ്പിക്കാം. സിവിലിയൻ ഏരിയയിലെ പാകിസ്ഥാൻ കാണിച്ച പോലെ ബോംബിട്ടാൽ പോരെ? അങ്ങനെ ചെയ്യുന്നില്ലേ? അല്ലെങ്കിൽ ഇസ്രായേൽ കാണിച്ച പോലെ, ഇറാനിനോട് കാണിച്ച നെറിവേട് പോലെ കൊച്ചുകുട്ടികളെ കൊല്ലുന്ന സ്ഥലത്തേക്ക് സ്കൂളിലേക്ക് ഇടാമല്ലോ. ഇന്ന് വരെ അവർ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഇത് US ഒരിടത്തും അങ്ങനെ ചെയ്തിട്ടില്ല. അമേരിക്കൻ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ, അതുപോലെ അവരുടെ എണ്ണശാലകളിൽ, അതുപോലെ അവരുടെ കപ്പലുകളിലാണ് ഈ ആക്രമണം നടന്നിട്ടുള്ളത്. അത്രയും. ഇനി ഈ മിസൈലിനെ കുറിച്ച് തന്നെ അതിന്റെ സാങ്കേതിക ഘടനയെ കുറിച്ച് പറയാം. നമ്മളിപ്പോ ഈ ബഹിരാകാശ പദ്ധതികളുണ്ടല്ലോ, നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന റോക്കറ്റുകളാണ്. ഇതേ റോക്കറ്റ് എടുത്ത് സൈന്യത്തിന് കൊടുത്ത് അത് മിസൈലായി. ഏതാണ്ട് ഉപയോഗിക്കുന്ന സംവിധാനങ്ങളൊക്കെ ഏതാണ്ട് സെയിം ടെക്നോളജി ഒന്നും. അതെ, അതായത് റോക്കറ്റുകളില് വേറൊരു കാര്യം കൂടെ കേട്ടതും കൂടി ഇപ്പൊ പറയാം. അത് ഇച്ചിരി രസമുള്ള കാര്യം. ഇത് $80 ബില്യൺ ഒക്കെയാണ് ഓരോ ആയുധത്തിന്റെ അമേരിക്ക ചെലവാകുന്നത്. അതെ, അതേസമയം കേവലം 20,000-30,000 രൂപ പോലും ഇല്ലാത്ത സാധനങ്ങളാണ്. ആക്രി പൈപ്പ് എടുത്ത് വെച്ച് അതിനകത്ത് വെടിമരുന്ന് നിറച്ചു അയക്കുന്നുണ്ട് അവര്. അങ്ങനെയും തകർക്കും. ഞാനത് പറയാൻ തുടങ്ങുകയായിരുന്നു. കാര്യം ഇസ്രായേലിന് വലിയൊരു അനുഭവം ഉള്ളതാണ് ഈ കാര്യം. ഹമാസിന്റെ കയ്യിൽ നിന്ന് അവന്മാര് മറ്റേ വെള്ളം കൊടുക്കാൻ വെച്ചിരിക്കുന്ന പൈപ്പ് കുഴിച്ചെടുത്ത് അതിൻ്റെ അകത്ത് വെടിമരുന്ന് നിറച്ച് റോക്കറ്റായിട്ട് അയക്കും. മറ്റവർ അയൺ ഡോം വെച്ച്, കോടികളുടെ വിലയുള്ള അയൺ ഡോം വെച്ച് അതിനെ പൊട്ടിക്കും. ഇതാണ് കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ബഹിരാകാശ പദ്ധതികൾക്ക് ഉപയോഗിക്കുന്ന മിസൈലുകളുടെ സാങ്കേതിക വിദ്യ കടം കൊണ്ടാണ്, ക്ഷമിക്കണം, ബഹിരാകാശ പദ്ധതികൾക്ക് ഉപയോഗിക്കുന്ന റോക്കറ്റുകളുടെ സാങ്കേതിക വിദ്യ കടമെടുത്തുകൊണ്ടാണ് അവർ ഈ മിസൈൽ തയ്യാറാക്കിയിരിക്കുന്നത്. ഇവിടെ ഖന ഇന്ധനം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. സാധാരണ മിസൈലുകളിൽ ദ്രവ ഇന്ധനം അത് കുറെ കൂടി സങ്കീർണമാണ് അതിന്റെ പ്രോസസ്സ്. ഇത് ഒരു പൈപ്പിൻ്റെ അകത്ത് വെടിമരുന്ന് കുത്തി നിറച്ചിട്ട് അത് പരിമിതമായ അളവിൽ അത് ജ്വലിപ്പിക്കുമ്പോൾ വലിയ ഊർജ്ജ പ്രവാഹം ഉണ്ടാകുന്നു. അത് കുതിച്ചുയരുന്നത് വളരെ നിസ്സാരമായ അല്ലെങ്കിൽ വളരെ ലളിതമായ ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കുന്നതാണ് ഈ മിസൈലുകൾ. ഇതിൻ്റെ ഒരു ഗുണം, ഇത് തയ്യാറാക്കി എപ്പോൾ വേണേലും എടുത്ത് ഉപയോഗിക്കാൻ തയ്യാറാക്കി വെക്കാവുന്ന ഒരു സാധനമാണ്. ഈ ദ്രവ ഇന്ധനം ഉപയോഗിക്കുന്ന മിസൈലുകളിൽ ആ ഇന്ധനം നിറയ്ക്കാനും അത് അത് വിക്ഷേപണത്തിനായിട്ട് ഒരുക്കാനും കുറച്ച് സമയമുണ്ട്. ആ സമയം കൊണ്ട് വേണമെങ്കിൽ ശത്രു രാജ്യത്തിന് ഉപഗ്രഹ സംവിധാനത്തോടെ ഇത് ലൊക്കേറ്റ് ചെയ്യാനും വിക്ഷേപിക്കുന്നതിന് മുമ്പ് തന്നെ തകർത്ത് കളയാനും പറ്റും. പക്ഷെ ഇവിടെ ഇത് റെഡിമെയ്ഡ് ആണ്. എടുത്തു വെച്ചങ്ങ് കത്തിച്ച് വിട്ടാൽ മാത്രം മതി. അതുകൊണ്ട് തന്നെ ഈ മിസൈലുകൾ തൊടുക്കാനും അത് തൊടുത്ത് വിട്ടു കഴിഞ്ഞാൽ അതിനെ തടയാൻ, കാരണം ഇത് ഹൈപ്പർസോണിക് സ്പീഡ് കൈവരിക്കുന്നതാണ്. രണ്ട് ഘട്ടങ്ങളായി പ്രവർത്തിച്ച് ശബ്ദത്തിന്റെ 4-5 ഇരട്ടി വേഗതയിൽ ഇത് കുതിച്ചുപോയി എത്തുന്നത് കൊണ്ട് ഇതിനെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വെച്ച് തടുക്കാനും പറ്റില്ല. അപ്പൊ ഇറാൻ ഇപ്പൊ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇതിന്റെ തുടർച്ച ഉണ്ടായാൽ ഒരു പക്ഷേ ഇസ്രായേലിനും അമേരിക്കയ്ക്കും പ്രതീക്ഷിക്കാത്ത തിരിച്ചടി ഉണ്ടായേക്കാം. ഇനി നേരത്തെ പറഞ്ഞതുപോലെ കടുത്ത നിരാശാബോധത്തിൽ നിന്നാണ് ഇവർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇറാന്റെ കയ്യിൽ ഇനി കാര്യങ്ങളൊന്നും അവശേഷിക്കുന്നില്ല. ഉള്ളത് വെച്ച് അങ്ങുള്ള അവസാന പെരുക്കമായിട്ട് ഇതിനെ കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.